വലിയിടയൻ നിത്യശാന്തിയിലേക്ക് മടങ്ങുമ്പോൾ ഈ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് വലിയ ഒരു മഹാമനുഷ്യനെ തന്നെയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തൻ്റെ അവസാന മണിക്കൂറുകളിൽ ഈ ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഗസയിലെ അഭയാർത്ഥികളെ കുറിച്ച്, ഗസയിൽ നാടും വീടും വിട്ട് ഇങ്ങനെ വലിയ രീതിയിലുള്ള ആവലാതികൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയൊക്കെ പാപ്പ ഇങ്ങനെ പറഞ്ഞു വെച്ചപ്പോ നമ്മൾ കാണുന്നതാണ് എത്രമേൽ വലിയ സന്ദേശങ്ങളാണ് അദ്ദേഹം ഓരോ സമയത്തും എടുത്തിട്ടുള്ളത് എന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിന്റെ വലിയൊരടയാളമായിരുന്നു. എത്രമേൽ ശക്തമായി ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ലോകത്ത് മതങ്ങൾ സമാധാനം പ്രചരിപ്പിക്കണം. മതങ്ങൾ ഒരു ലിഖിതമായ ഒരു ഘടനയിൽ മാത്രം പോയാൽ പോരാ, അതിന് കാലഘട്ടത്തിൻ്റെതായ മാറ്റമുണ്ടാകണം. അത് സംസാരിക്കേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയമായിരിക്കണം. ഇന്നത്തെ മനുഷ്യർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്നും പറയാൻ ഒരു മതത്തിന് സാധിക്കണമെന്നുള്ള, ക്രൈസ്തവർക്കിടയിൽ തന്നെ പോപ്പിനോട് ഒരുപക്ഷെ എതിർപ്പുള്ളവരുണ്ടാവാം. പോപ്പിന്റെ ആശയങ്ങൾ അതേപോലെ നെഞ്ചിലേറ്റുന്ന ക്രൈസ്തവ സഭയെ നമ്മൾ കണ്ടിട്ടില്ല. പല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പോപ്പിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത്രമേൽ നമ്മെ സ്വാധീനിച്ച, ഇത്രമേൽ നമ്മെ സമാധാനം ഉത്ബോധിപ്പിച്ച ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങുമ്പോൾ തലമുറകൾക്ക്, ഈ നാടിന്, ഈ ലോകത്തിന് വലിയ നഷ്ടമാണ് എന്ന് പറയാതെ വയ്യ. ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നിത്യശാന്തിയിലേക്ക് മടങ്ങുമ്പോൾ ഒന്നുറപ്പാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഈ ലോകത്തിന് ജീവനുള്ളിടത്തോളം കാലം ഓർത്തു വെക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഈ നാടിൽ ഓരോ യുദ്ധങ്ങൾ നടക്കുമ്പോഴും, ഓരോ അശാന്തിയുടെ കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോഴും പാപ്പയുടെ വാക്കുകൾ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ അലയടിച്ചു കൊണ്ടിരിക്കും. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒരു പോപ്പ് സഞ്ചരിക്കേണ്ട വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാതെ എന്നും വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുകയും എന്നും വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുകയും ചെയ്ത മഹാനായ മനുഷ്യൻ നിത്യതയിലേക്ക് മടങ്ങുമ്പോൾ വോക്സ് ടീമിൻ്റെ ആദരാഞ്ജലികൾ, കണ്ണീർ പൂക്കൾ.